അപ്പോൾ എല്ലാവർക്കും ഹലോ. ഈ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്നതിൽ ഫാമിലിക്കിനിടയ്ക്ക് ഞങ്ങൾ ഒരു ഫാമിലിക്ക് പോയിരുന്നു, ഫാമിലി എല്ലാവരും കുറിച്ച്. അപ്പോൾ ആ ഫാമിലിക്ക് പോയ വീഡിയോസ് ഇതിൽ ഈ വീഡിയോ എടുക്കുന്നേക്കാൾ മുമ്പ് ഞങ്ങൾ കാറിലൊക്കെ പോകുന്ന വീഡിയോസ് ഉണ്ട്. അത് ഞാനല്ല, അത് ചേച്ചിയുടെ കൊച്ച് കമ്മൂസ് എടുത്ത വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ട, ഇപ്പോൾ ഈ വീഡിയോ എത്തനേക്കാളും മുമ്പ് ഇതിനെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വഴിയും അതൊക്കെ കമ്മൂസ് എടുത്ത വ്ളോഗ് ഉണ്ട്. അതെടുത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ പോയി കണ്ടിട്ട് വരും. ഇതാണ് ഫാമിൻ്റെ ഇതൊന്നുകൊണ്ട് എൻട്രൻസ്. പക്ഷെ ഇതൊക്കെ കേരളം പോലെ തന്നെ ഉണ്ട് കേട്ടാ. പനത്തെങ്ങിന് പക്ഷെ ഇതില്ലേ വണ്ടിയുടെ എവിടെ ഇടാം നമുക്ക്. വാമിയ എന്തേ അപ്പോൾ നമുക്കിവിടെ സൗദിത്തെ കേരളത്തിൽ എത്തി അല്ലേ ആമിയ കമ്മൂസ്. ഫോണിൽ കളിക്കണം അവിടെ. വണ്ടി അവിടെ ഒതുക്കുന്നുണ്ട്. എന്ത് മാവ് ആയിരിക്കും, കശുമാങ്ങമാരൊക്കെ ആയിരിക്കും. വണ്ടി ഇവിടെ ഒതുക്കിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ബദാം മരങ്ങൾ, ഒട്ടകം. ഇതിൽ പക്ഷെ പുറത്ത് കയറി ഇരിക്കാന്ന് പറഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ. അല്ല ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാനാന്നുണ്ട്. വാ താമോസ, നമുക്ക് ഒരുമിച്ച് അടക്കാം. നമുക്ക് വെള്ളം ഇതെന്തിട്ട് നിന്നെ ഈ വഴിക്ക് കൊണ്ടുവരാൻ പാടില്ല അല്ലേ? നിനക്ക് വേണ്ടല്ലോ ഒന്നും മേടിച്ചിട്ടില്ല നിനക്ക്. ആമാ ഇത് മറ്റേ വലിയ ഏതാവുന്ന ടൈപ്പാന്ന് തോന്നുള്ളേ. ഇത് നല്ല വിലയേ. സത്യം പറഞ്ഞ ശ്രീതട്ടാ, നമ്മ അന്ന് കയറിയ സൂനേക്കാളും ലാഭം ഉണ്ട് അവിടെ. ഇത് പക്ഷെ കൊത്തും ചിലപ്പേട്ടാ, കടിക്കും. ഇതൊക്കെ നല്ല എണ്ണ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ളതാണ് ഇതൊക്കെ. പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോൾ അതിന് പ്രത്യേക രസം അല്ലേ? അതെന്താ അത് മുട്ട ഇട്ടിട്ട് ഇത് ഇവിടുത്തെ ഒരു തരം പ്രത്യേകതരം കങ്കാരുണ്. വെള്ളക്കങ്കാരു. കമ്മൂസിന് വേറെ ഡ്രസ്സ് ഇടിപ്പിക്കാനില്ലേ? അന്നത്തെ ഡ്രസ്സ് തന്നെ. ഒറ്റയ്ക്കുള്ളൂല്ലേ ഇത് പാവം.
അതിനുള്ളിൽ അവർ മാത്രം പോകാനുള്ളത് അല്ലേ? ഇതാണ് ആടിനെ പറ്റിയിട്ടുള്ളത്. ഇവിടെ ഉണ്ട് ആട്. പാവങ്ങള്. കഴുതയാണത്? ആ പക്ഷെ കഴുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഇതായിരുന്നു. പക്ഷെ ഇതും കഴുതയാണ്. അവിടെ ഒരു തള്ളക്കഴുതുണ്ട്, തള്ളയും കുഞ്ഞും. അതാണ് കടിക്കുന്നു. കൈയിടണ്ട. നമ്മ അന്ന് പോയതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായ സ്ഥലമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മൃഗങ്ങളുണ്ട്. അവിടെ ഉണ്ട് പോയി ഇവിടെ കുറച്ച് പിന്നെ മയിലും. ഇവിടെ മയിലിൻ്റെ പീല് കുറച്ചുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മയിൽ എന്ത് മയിലാണ്. ഇവിടെ 15 റിയാലിന് ഒരാൾക്കുള്ള ഫീസ്. അതത്ര വലിയ സീനുള്ള കാര്യമില്ല. മരങ്ങളൊക്കെ ഉണ്ട്. ഒട്ടങ്ങൾ എത്തിച്ച് നോക്കണ മതി. ആ ചെമ്മരിയാടാണത്. ആ നമുക്ക് അപ്പുറത്തെ വഴിയാ. ആ ഇത് മറ്റേ മുഖത്ത് തുപ്പിടുന്നാണല്ലേ? അയ്യോ ഇവിടെ ഇത് വീട്ടിൽ കണ്ടിട്ടില്ലേ? മുഖത്ത് തുപ്പ്. ഇതിന്റെ മുഖം കണ്ട? അതെ മുഖത്ത് തുപ്പത്. ഇത് ഒരു കൊല്ലമായിട്ട് ഇട്ട് കാണാതൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ ഇടിക്കുള്ളൂ. ഇടിക്കും. ആ ഇവ ഒരു തള്ളപ്പറ്റി തുപ്പരുത്. അതിൻ്റെ അല്ലേ? കുതിര കുതിരനെ കൂട്ടത്തിൽ കൊണ്ടിട്ടിരിക്കുക. ഒരു ശോഷിച്ച കുതിര അല്ലേ? അതിങ്ങനെ നീങ്ങുമ്പോ അങ്ങനെ ഇങ്ങനെ വരുന്നു അല്ലേ? കാളയാണോ? അയ്യ കഴുതിന്. യമുനാപ്യാരി അല്ലേ? ആരാ വിളിച്ചേ? അതെ ഒരു മുട്ടനുണ്ട്, പെടാമുട്ടൻ. മാന്
ഇതിനെ കണ്ടില്ലല്ലോ. ആ നിങ്ങൾ ഇതിനെ കണ്ടില്ലേടി? ശ്രദ്ധിച്ചില്ല അല്ലേ? അതവിടെ, അത് കാരണം അതിനാരും ശ്രദ്ധിച്ചില്ല. ഇതാണ് ഒരു തരം മാൻ. ആ കമ്മൂസ് നമുക്ക് കുതിരപ്പുറക്ക് കയറ്റി തരാടി. ഇവിടെ വേറൊരു കുറുമ്പൻ. ഇനി കൊമ്പ് വെട്ട് എടുക്കണം ഇതിൻ്റെ. അല്ല, വെട്ട് എടുക്കല്ല. ആമാ, ലോകത്തില് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. 200 എണ്ണേ ഉള്ളൂ എന്നുണ്ട്. ഇതിന് നമ്മുടെ നാട്ടിൽ കറക്റ്റ് ഉള്ളത്, ഓൺലൈനിൽ വലുത്. ആമി അതിനെ തൊട്ട് നോക്കിയ ആമിയെ തൊട്. ഉമ്മ കൊടുക്ക്. ആമി എന്തേ? വാ 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 വാ, മാമ എടുക്ക. അതന്നെ. എന്തിനാ കരയണേ? എന്തിനാ കരയണേ? വാ, കരയണ്ട. മേലയിൽ വെള്ളമയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇറങ്ങി വരുന്നില്ല. മയിലെടുത്ത് വെച്ചിട്ടുണ്ട് പീലി. താറാവ് അങ്ങനെ അൽക്കൂലത്തെ പരിപാടികളേ ഉള്ളൂ. താറാവിൻ്റെ വീട് നല്ല രസമുണ്ടല്ലേ? താറാവിന് നല്ല രസത്തിൽ വീടൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട്. കൊടുക്ക്. അവള് കാളയും കൊണ്ടുവന്നു. ആമി കൊടുക്ക്. അങ്ങനെ കൊടുക്ക്. കുറച്ചുകൂടി അടുപ്പ് കൊടുക്ക്. ഉള്ളിക്ക് കൊടുക്ക്. ശരി, ഉള്ളിക്ക് കൊടുക്ക്. കൊടുക്ക്. ഇത് കാത്തിക്കണില്ലേ? കൊടുക്ക്. കൊടുക്ക്, ഒന്നുകൂടി കൊടുക്ക്. ആമയാണ് കുതിരപ്പുറത്ത് കയറാൻ പോണത്. കാല് പൊക്കി കയറ്റി വയ്ക്ക്. പിടിച്ചിരുന്നോട്ടാ. അത് പിടിക്ക്. ആമയൊന്ന് നോക്കിക്കാ ചേച്ചി പോണത്. അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നു കാമൂസ്. ഒരു റൗണ്ടുള്ളൂ. 2 റൗണ്ട് ഉണ്ടല്ലേ? അപ്പോൾ പോയിട്ട് വരട്ടെ. ആമിക്ക് പോണോ? ചേച്ചി 2 റൗണ്ടില്ല, 1 റൗണ്ടുള്ളൂ. എങ്ങനെയുണ്ടായി? ഇനി ഇറങ്ങാനാണ് ബുദ്ധിമുട്ട്. 1 റൗണ്ട് കൂടി ഉണ്ട് ചെറുത്. ഇല്ലില്ല, അത് ചെറിയ റൗണ്ട് ആണ്.
ആ അവിടെ ഇരിക്കേ ഒരു മിനിറ്റ് 1 മിനിറ്റ് ആ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാനും ടാസ്ക്. അവിടെ ചവിട്ടി കഴിഞ്ഞാൽ ഉറപ്പതിൽ ഇറക്കാം. സുഖാണ്, വീണാലും വീഡിയോയിലുണ്ടാവും, പിന്നെ കാണാം. ചെല്ല് കഴിഞ്ഞല്ലേ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെടികളുടെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നടി കുതിരപ്പുറത്ത്? ആ കാണാൻ പറ്റില്ല. നീ ഉള്ളി കയറി എങ്ങനെയായിരുന്നു ഒന്ന്? അത് സുഖ, അത് ഫസ്റ്റായിട്ട് കയറുന്ന കാരണം ഇനി ഇവിടെ ചാടി കയറും. വയ്യാണ്ടായി. ഇതെന്തൊക്കെയാണോ? ഇത് കുറേ പണ്ടത്തെ എന്തൊക്കെ അല്ല ഇവര് ഇവിടെ ഉള്ളവർക്ക് ഉള്ളതാണ്. ആമി കൈയിട്ടല്ലോ. അവിടെ 2 പിള്ളേർ മീനിന് തീറ്റിട്ട് കൊടുക്കുന്നു. ടിഷ്യൂ വേർത്ത് കുളിച്ചു. കുറെ ഗിരിപ്പന്നികളും ഈ ഒട്ടകപക്ഷി എന്താ ഒറ്റക്കിട്ടിരിക്കുന്നു. ആ അതായിരിക്കും കടിക്കിൻ്റെ ടീമായിരിക്കും. എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ കടലാസ് പൂ കടിക്കണ്ടട്ടാ. ആ കടിക്കണ്ട, അവർ കാടക്കോഴീനൊക്കെ കൊണ്ടിട്ടിരിക്കുക. ആ പട്ടിനെ കൊണ്ട് അതിലിട്ടിരിക്കുക. പൂച്ച നോക്കിയ മറ്റേ സാധാ പൂച്ച കിടക്കുന്നുണ്ട് അവിടെ. കുറച്ച് വൃത്തിയുണ്ട് കേട്ടോ, കുളിപ്പിച്ചിട്ടിട്ടുള്ളതുകൊണ്ട്. ഹമസ് സാധാ കോഴി ഐറ്റംസാ. അടുത്തത് ഗോൾഡൻ റിട്രീവറിൻ്റെ ഫോട്ടോ വെച്ചിട്ട്. ആ അത് വാവാല്ലേ, പോമനേറിയൻ്റെ കുട്ടികളാ അല്ലേ? ഫോട്ടോ വെച്ചിട്ട് ഗോൾഡൻ റിട്രീവർ അറിയില്ലല്ലോ. മൊത്തം 3 പട്ടികളുണ്ട്. തൊട്ടിട്ട് പാവുണ്ട്. ഞാൻ ഫസ്റ്റ് റണ്ണിങ്ങിൽ വീഴാൻ പോയില്ലേ കുതിരയുടെ? ഇത് മുയലിൻ്റെ മുഖം ഉണ്ടല്ലേ ചെറുതായിട്ട്, വലിയ മുയലാന്നുണ്ട്. ഒരുമാതിരി അല്ലേ കിളികൾ, നമ്മൾ കാണുന്ന കിളികൾ തന്നെ കൊണ്ടിട്ടിരിക്കുക. കടലാസ് പൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആമി ആമി തീറ്റ കൊടുക്ക്. അവിടെ നിന്നൊക്കെ കഴിഞ്ഞും കൂടെ ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഫാമുകളുണ്ട്. ഇപ്പോൾ ഈന്തപ്പഴം കണ്ടില്ലേ, ഈന്തപ്പഴം പൊട്ടിച്ച് കഴിക്കാം നമുക്ക്. റെഡ് ഈന്തപ്പഴം, പിന്നെ അവിടെ പച്ച വേറെ റെഡിയാവുന്നുണ്ട്.
ഇവിടെയാണ് കുതിരയുടെ ഉള്ളത് കഴിഞ്ഞത് പച്ച ബദാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ബദാം മരങ്ങൾ നമ്മുടെ നാട്ടിലെ ബദാമ കണ്ടില്ലേ. പിന്നെ ഇത് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തേനീച്ചകളുടെ കൂടുകൾ കണ്ടില്ലേ, കുറേ എണ്ണം അങ്ങോട്ടും പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുഖത്തിൻ്റെ ഷേപ്പ് നമ്മൾ മാറ്റിയിട്ടേ വിടുള്ളൂ അവർ. അത് കാരണം അങ്ങോട്ട് പോകണ്ട. കേരളമൊക്കെ പോലെ തന്നെ ഉണ്ട് ഒരുവിധം, ഫുള്ള് പച്ചപ്പും കാര്യങ്ങളും. പാർക്കിക്ക് ഇത് ആകാണ്ട് പാർക്കാണോ? അവിടേക്ക് പോവാം. ഊഞ്ഞാലുണ്ട്, നിൻ്റെ ഇഴി പോണ സാധനമുണ്ട്. അതന്നെ ഈ പാർക്ക് ഫ്രീ. അവിടെ പാർക്കിൽ പോലത്തെ സാധനത്ത് കയറാൻ തന്നെ വേറെ പൈസ. അതിലിരുത്തി ഒഴുക്കി വിട്. വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് അതിൻ്റേതായ സ്ഥലത്ത് കൊണ്ടുപോയി ഇടണം. ഇതിലിരുത്ത് എന്നിട്ട് ഒഴുക്കി വിട്. ഒഴുക്, ആ ഒഴുക് ഒഴുക്. അയ്യോ ഒന്നുകൂടി. ആ നീ അവിടെ പെട്ടെടുക്ക്. പൊക്കിയെടുത്ത് ആമീ കൂടെ നോക്കിയാ അമ്മയെ. വാ. ആ ഇഷ്ടപ്പെട്ടു ചെറുതായിട്ട്. പക്ഷെ മണ്ണിലേക്ക് നേരെ മണ്ണ് വരുന്നു. കോപ്പി നീ കയറിക്കോ. ആ നീ കയറി കയറി. ഊഞ്ഞാല് ഒരാട്ടാട്ടാ. നീ കയറ്. ആ ഞാൻ പിടിക്കാം. അതന്നെ തള്ളട്ടെ. ഭയങ്കരമായിട്ടൊന്നും തോന്നില്ല. ആ കുഞ്ഞി പിള്ളേരന്നല്ലേ നീ, തള്ളപ്പിള്ളേരേ നീ. മതി. ആ വീഴും വീഴും. ഇത്ര മതി, ഇത്ര മതി. മേലെ കൂടെ കയറിയിട്ട് പിടിച്ച് നടക്കണം കേട്ടോ. ആ ഓട്ടയുടെ കാലിൻ്റെ ഇടയ്ക്ക് വീഴരുത്. ഇങ്ങോട്ട് ഇറങ്ങ ഇറങ്ങ, നിനക്ക് പറ്റിയല്ല. ആ നീ ഇങ്ങോട്ട് വാ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ആമി ടാറ്റ പറഞ്ഞേ. ടാറ്റ. ആ ടാറ്റ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ടാറ്റ.